മനുവും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ കടപ്പാട്ടൂർ വീട് ശോകമൂകതയിൽ ആഴ്ന്നു പോയേനെ. ബാലചന്ദ്രമേനോനും അലീനയും പോയി കഴിഞ്ഞിട്ടും അവൻ അവിടെ തന്നെ തങ്ങി. ഉച്ചയ്ക്ക് മനു മുൻകൈയെടുത്ത് ബബിതയെ കൊണ്ട് ഊണ് വിളമ്പിച്ചു. എല്ലാവരെയും വിളിച്ച് ഊണുമേശയിലെത്തിച്ചു. അവൻ്റെ സാന്നിധ്യം എല്ലാവർക്കും ആശ്വാസമായിരുന്നു. എങ്കിലും രോഹിത്തിൻ്റെയും കൃഷ്ണജിയുടെയും ബബിതയുടെയും മനസ്സിൽ ഒരു നിരാശയുണ്ടെന്ന് മനുവിനറിയാം. അത് മാറാൻ കുറച്ച് ദിവസങ്ങളെടുക്കും. ഇതുവരെ എന്തിനും ഏതിനും അവർക്കൊരു അത്താണി ഉണ്ടായിരുന്നു. അവരെ സ്നേഹപൂർവ്വം ശ്വാസിക്കാൻ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ നോക്കാൻ, ഉത്സാഹവും ആത്മവിശ്വാസവും നൽകി അവരെ നയിക്കാൻ, അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കാൻ, അവരുടെ ദേഷ്യവും സങ്കടവും ഏറ്റുവാങ്ങാൻ ഇതുവരെ ആ വീട്ടിൽ ഒരാളുണ്ടായിരുന്നു. അവൾ അവരെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ചിരുന്നു. അവർ അവളിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ചിരുന്നു. ആ വീട്ടിനുള്ളിൽ തെളിഞ്ഞു പ്രകാശിച്ചിരുന്ന വെളിച്ചം വിട്ടുപോയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു ശൂന്യതയാണ് അവൻ കാണുന്നത്. ഇനിത്താൻ ഈ വീട്ടിലേക്ക് കൂടെ കൂടെ സന്ദർശനത്തിന് വരുമോ? ഇനിത്താൻ മനുശങ്കർ തന്നെത്താൻ വിസമ്മതാർത്ഥത്തിൽ തലയാട്ടി. അലീനയില്ലാത്ത ഈ വീട്ടിലേക്ക് വരുന്നത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് വല്ലാത്തൊരു വിഷമാണ്. അവളുടെ കണ്ണുകളിലെ കർപ്പൂരക്കുളിരിൽ അലിയാൻ, അവളുടെ പുഞ്ചിരിയിൽ പ്രകാശം നിൽക്കാൻ, അവളുടെ സ്നേഹ കളിവാക്കുകളിൽ മതമറന്ന് രസിക്കാൻ, മനുവേട്ട എന്ന വിളിക്കേട്ട് ആത്മഹർഷം പോകാൻ. അതിനുവേണ്ടിയല്ലേ താൻ ഈ വീട്ടിലേക്ക് മാസത്തിൽ 2 തവണയെങ്കിലും എത്തിക്കൊണ്ടിരുന്നത്? കൃഷ്ണ വൈകുന്നേരം പ്രത്യാശയോടെ അവനോട് ചോദിക്കുണ്ടായി. എവിടെയൊക്കെ പോയാലും അലീന ചേച്ചി അവസാനം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും അല്ലേ മനുവേട്ട? തീർച്ചയായും. അവൾ ഈ കുടുംബത്തിലെയാണെന്നും ഒടുവിൽ ഇവിടെ തന്നെ വന്ന് ചേർന്നവളാണെന്നും തനിക്കല്ലേ അറിയൂ. അതുപോലെ തന്നെ കൃഷ്ണമോക്കും അറിയാമല്ലോ. രണ്ടുപേരും കൂടി പരസ്പരം അതിനെക്കുറിച്ച് സംസാരിക്കാണ്. ബാലേന്ദ്രൻ പിറ്റേ ദിവസം രാവിലെയാണ് എത്തിയത്. കാറിൻ്റെ ഒച്ച കേട്ടതേ ബബിത ഓടി സിറ്റൗട്ടിലെത്തി. രോഹിത്തും കൃഷ്ണയും അതിന് മുമ്പേ വന്നു. മനു സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാറിനുള്ളിലേക്കായിരുന്നു എല്ലാവരുടെയും നോട്ടം. അച്ഛനോടൊപ്പം അലീന ചേച്ചി തിരിച്ചെത്തിയിട്ടുണ്ടോ? അച്ഛൻ കൊണ്ടുപോയി പുതിയ സ്ഥലത്ത് പരിചയപ്പെടുത്തിയിട്ട് തിരികെ കൊണ്ടുവന്ന് കൂടായികയില്ല. 1-ാം തീയതി മറ്റു പുതിയ ജോലികൾ പ്രവേശനം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ബാലൻ ഡോർ തുറന്നപ്പോൾ കാറിനുള്ളിൽ ലൈറ്റ് തെളിഞ്ഞു. അകത്ത് മറ്റാരില്ലെന്ന് കണ്ടതോടെ എല്ലാവരുടെയും മുഖം വാങ്ങി. ബാലൻ പ്രകാശമില്ലാത്ത മന്ദഹാസത്തോടെ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഇതെന്താ എല്ലാവരും കൂടി സിറ്റൗട്ടിൽ കാവലിരിക്കുന്നത്? കാവലൊന്നുമല്ല, കാറിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി വന്നതാ. ബബിത പറഞ്ഞു. ഇങ്ങനെയൊരു പതിവില്ലല്ലോ. അച്ഛൻ വലിയ വാചകമൊന്നും അടിക്കണ്ട. അല്ല ചേച്ചിയെ കൊണ്ടുപോയി വിട്ടോ? ബബിത ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അതിനില്ലടി ഞാൻ പോയത്. എവിടെയാച്ചാ? ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? രോഹിത് ചോദിച്ചു. എടാ ഞാൻ പറഞ്ഞില്ലേ, കുളത്തൂപ്പുഴ. അതെവിടെയാ? ഇത്രയും അറിഞ്ഞാൽ മതി. അവളോട് സമാധാനമായിട്ട് ജീവിച്ചു പോയിക്കോട്ടെ. എന്ത് ജോലിയാച്ചാ? അവിടെ ഒരു റബ്ബർ കമ്പനിയിൽ റിസപ്ഷനിസ്റ്റാ. എന്താ പോരെ? താമസമൊക്കെയോ? കൃഷ്ണ ചോദിക്കുകയാണ്. അതിനൊക്കെ അവിടെ ഇതിനേക്കാളും സൗകര്യമുണ്ട്. വലിയൊരു ബംഗ്ലാവാ. അവിടെ അവള് സുഖമായിട്ട് ജീവിക്കും. അലീന ചേച്ചിക്ക് അവിടെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടാണോ ഇവിടുന്ന് പോകാൻ അവൾക്ക് മനസ്സുണ്ടായിട്ടാണോ? വേറെ നിവൃത്തിയില്ലല്ലോ. അച്ഛൻ തിരിച്ചെന്നപ്പോൾ അലീന ചേച്ചിക്ക് വലിയ വിഷമമായിരുന്നു അച്ഛാ. രോഹിത് ചോദിക്കുന്നുണ്ട്. പിന്നെ വിഷമമില്ലാണ്ടിരിക്കോടാ, കരച്ചിലായിരുന്നു. ഞാൻ പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ചു. അച്ഛൻ അപ്പോൾ തന്നെ കാറിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് ഇങ്ങനെ പോകുന്നില്ലായിരുന്നോ? ഈ അച്ഛൻ്റെ കുറ്റമായതെല്ലാം. രോഷത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞിട്ട് ബബിത അരിശം കൊണ്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയി. അല്ല മനു, നീ എന്താ വീട്ടിൽ പോവാനേ? അതോ പോയിട്ട് വന്നാണോ? അങ്കിൾ, ഞാൻ ഇന്നലെ പോയതാ. ഇന്ന് രാവിലെ ഒന്നുകൂടി വന്നു. അവനൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ബാലൻ അകത്തേക്ക് കയറിപ്പോയി. മനു കൃഷ്ണയോട് അച്ഛന് കാപ്പി എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട്. ബബിതയെ കൂടി വിളിച്ചോ രോഹിത്തെ, നീ ഒരു കൈ സഹായിക്ക്. മനു അവരെയും കൂട്ടി വീടിനുള്ളിലേക്ക് പോയി. ബാലൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ രോഹിത്ത് മുറിയിൽ നിൽപ്പുണ്ട്. നീ എന്താ എന്നെ കാത്തു നിൽക്കുകയാണോ? ആ, കാപ്പി കുടിക്കണ്ടേ? വിളമ്പി വെച്ചിട്ടുണ്ട്. ബാലൻ നീലക്കണ്ണടയ്ക്ക് മുമ്പിൽ നിന്ന് മുടി ചീകി. അങ്കിളിന് വിഷമമൊന്നുമില്ലേ അലിനെ വിട്ടിട്ട് പോന്നിട്ട്? ബാലൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ മനു അവിടെ പുറകെ നിൽക്കുന്നുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനവളെ ഉപേക്ഷിച്ചോ? ഇല്ല. നീ ഉപേക്ഷിച്ചോ? ഇല്ല. അതല്ല അങ്കിളെ, നമ്മളുടെ നോട്ടവും കരുതലും എത്താത്ത ഒരു സ്ഥലത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്കിള്, എനിക്കറിയാം അവളുടെ അച്ഛനടുത്താ. എങ്കിലും മനു പറയുന്നുണ്ട്. രാത്രിയായതോടെ അലീന താൻ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. സ്റ്റാൻലി ജോസഫ് ഇതിനിടെ അവളെ സമീപിച്ച് 2-3 വാക്ക് സംസാരിക്കുകയുണ്ടായി. അതിനൊന്നും അർത്ഥമില്ലായിരുന്നു. സുഖമില്ലേ, എന്തൊക്കെയുടെ വിശേഷം എന്നൊക്കെ ചോദിക്കും പോലെ. നായകയിൽ കൂട്ടുണ്ടായിരുന്നതിനാൽ ഇതുവരെ അവൾക്ക് വലിയ മടുപ്പൊന്നും തോന്നിയില്ല. അവൾ നടക്കുമ്പോഴും മുട്ടിയുമി നടക്കുന്നത്, അവൾ നിൽക്കുമ്പോൾ അവൾ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയും അവൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അവളുടെ കാൽച്ചുവട്ടിലിരിക്കുകയും ചെയ്തു. എന്നാൽ 7 മണിയോടെ ആൻ്റപ്പൻ വന്ന് ആട്ടുംകുഞ്ഞുങ്ങളെ എന്ന പോലെ അവരെല്ലാം നായ്ക്കൂടുകളിലേക്ക് തെളിച്ചുകൊണ്ട് പോയി. അതിൽ ഒരെണ്ണത്തിനെ മാത്രം കാണാനില്ലെന്നും പറഞ്ഞ് ആൻ്റപ്പൻ വീണ്ടും അയാളുടെ മുറിയിലേക്ക് വന്നു. നായയുടെ പേര് ചൊല്ലി വിളിച്ചു. വീട്ടിലും പരിസരങ്ങളിലും നോക്കി.
ആരോ തുമ്മി ഒച്ച കേട്ട് അലീന തലകുനിച്ച് കട്ടിലിന് കീഴിലേക്ക് നോക്കിയപ്പോൾ അവനവിടെ പതുങ്ങി കിടപ്പുണ്ട്. എഴുന്നേറ്റൊരു നാണ്യം കാണിച്ചപ്പോൾ അവനൊന്ന് മടിച്ചു. അവൾ നിർബന്ധിച്ചതോടെ കട്ടിലിന് കീഴിൽ നിന്നും നുഴഞ്ഞിറങ്ങി. അലീന അവന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മര്യാദയ്ക്ക് നിന്റെ സ്ഥലത്ത് പോയി കിടന്നോ, കള്ളത്തരമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. നിനക്കെന്താ ഇവിടെ പ്രത്യേകത? എന്നിട്ടവൾ മുഖമുയർത്തി നോക്കിയത് ആൻ്റപ്പൻ്റെ മുഖത്തേക്കായിരുന്നു. സ്വതവേ ഗൗരവക്കാരനും മുറുമുറുത്തുകൊണ്ട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നതിനുമായ അൽസേഷ്യൻ അലിങ്ങളുടെ ശാസനയ്ക്ക് മുമ്പിൽ വിധേയനായി നിൽക്കുന്നത് കണ്ട് ആൻ്റപ്പന് അതിശയം തോന്നാണ്. ഇവൻ എവിടെ ഒളിച്ചിരുന്നു? ഈ കട്ടിലിന് കീഴെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് നായ്ക്കളൊന്നും പേടിയില്ലേ? ഇല്ല. കുഞ്ഞിനടുത്ത് നല്ല പരിചയമുള്ളവരാണല്ലോ ഇവിടുത്തെ നായ്ക്കളെല്ലാം. ഇവിടുത്തെ മാത്രമല്ല, എല്ലാ നായ്ക്കളും എൻ്റെ അടുത്ത് അങ്ങനെയാ. പറഞ്ഞാൽ കേൾക്കെങ്കിലും എനിക്കിപ്പോഴും പേടിയാ ഇവറ്റകളെ. എപ്പോഴാ കടിക്കുകയെന്ന് ആർക്കറിയാം. ആൻ്റപ്പൻ നായയെ വിളിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് പോയി. അലീന എഴുന്നേറ്റ് ഇടനാഴിലൂടെ നടന്നു. അവൾ സിറ്റൗട്ടിലെത്തി. എല്ലായിടത്തും വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. മുറ്റത്തിന് ചുറ്റുമുള്ള മതിലിലും ഗേറ്റിന് തൂണുകളിലും ഗോളാകൃതിയിലുള്ള മെർക്കുറി ദീപങ്ങൾ. ഇതിൻ്റെ 4 ലൈറ്റുകൾ മതിയാവും എല്ലായിടത്തും വെളിച്ചം കിട്ടാൻ. വെറുതെ കറണ്ട് ചിലവാക്കിയാണെന്ന് മനസ്സിൽ അവൾ ഓർക്കുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ധാരാളത്വമാണ് കാണുന്നത്. താനിവിടെ കുറഞ്ഞാൽ താമസിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം കുറവ് വരുത്തണമെന്ന് അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. പക്ഷേ സ്റ്റാലിക്ക് അതൊക്കെ ഇഷ്ടപ്പെടുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് അവൾ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പക്ഷേ കടപ്പാട്ടൂർ അച്ഛന് തെറ്റുപറ്റാൻ സാധ്യതയില്ല. എല്ലാം വളരെ വിശദമായി അന്വേഷിച്ചിട്ട് തന്നെയായിരിക്കും അച്ഛൻ തന്നെ ഇവിടെ എത്തിച്ചത്. അലീന തിരികെ ഇടനാഴിലേക്ക് നടന്നു. കേണൽ സാബിന്റെ മുറി എന്ന് പറഞ്ഞ് ആൻ്റപ്പൻ കാട്ടിക്കൊടുത്ത വാതിലിന് നേർക്ക് അവൾ നീങ്ങുന്നുണ്ട്. വാതിലിന് മുമ്പിൽ അല്പം സംശയിച്ച് നിൽക്കാണേ. എന്നിട്ട് വാതിൽ മുട്ടി വിളിക്കാം. എന്താണ് ഇനി താൻ ചെയ്യേണ്ടെന്ന് ചോദിക്കാം. അത്താഴമുണ്ടാക്കുകയോ വിളമ്പുകയോ ചെയ്യണോ? ആരെങ്കിലും കാത്തിരിക്കണോ? അതോ വെറുതെ പോയി കിടന്നുറങ്ങണോ? അല്ല, വാതിൽ മുട്ടി. യെസ് കമീൻ. അകത്തുനിന്ന് അനുമതി കിട്ടിയപ്പോൾ ഡോറ് തുറന്നു. അകത്തെ കാഴ്ച കണ്ട് ഒരു നിമിഷം അലീന അമ്പർ നിൽക്കാണ്. സ്റ്റാൻലി ജോസഫ് സെറ്റിലിരിക്കുന്നുണ്ട്. ഇടത്തും വലത്തും 2 നായ്ക്കളും ഉണ്ട്. മുമ്പിലെ ടീപ്പോയമേൽ മദ്യക്കുപ്പി, സോഡയും മദ്യം നിറച്ചു വെച്ച ഗ്ലാസും ഐസ് ക്യൂബുകളും മറ്റും. വളരെ സമൃദ്ധമായ മദ്യപാനം. മുറി നിറയെ സിഗരറ്റ് പുക. സ്റ്റാൻലി അവളെ കൈകാട്ടി അകത്തേക്ക് വിളിച്ചു. സ്റ്റാൻലിയും അലീനതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു വെപ്രാളം അയാൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. അലീന 2 നിമിഷം കൂടെ നോക്കി നിന്നിട്ട് അകത്തേക്ക് വെച്ച കാൽ പിന്നോട്ടെടുത്തു. അവൾ വാതിലടക്കുന്നുണ്ട്. സ്റ്റാൻലി അവളുടെ പേര് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. സ്റ്റാൻലി അടഞ്ഞ വാതിൽ നേർക്ക് അല്പനേരം നോക്കി നിന്നിട്ട് സെറ്റിലേക്ക് ഇരുന്നു. അലീന തനിക്കായി ഒരുക്കപ്പെട്ടിരുന്ന മുറിയിലെത്തി. ഇട്ടേണൽ കേണൽ കുടിയാണെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഇവിടെ തന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നവൾ സങ്കല്പിച്ചു നോക്കി. കുറച്ച് പരിചാരകർ, ഒരു പറ്റം നായ്ക്കൾ, കുടിയനും പരുക്കനുമായ ഒരു എക്സ് മിലിറ്ററിക്കാരൻ, ഇവർക്കിടയിൽ ചിറകറിഞ്ഞു കളഞ്ഞ ഒരു പക്ഷിയെപ്പോലെ താനും. വാതിലില് ആരോ വന്ന് മുട്ടുന്നുണ്ട്. അലിനെ സംശയത്തോടെ വാതിൽ തുറന്നു. അത് സ്റ്റാൻലി ജോസഫാണ്. അയാളുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് അവൾ കണ്ടു. താൻ വിളിച്ചിട്ട് കേൾക്കാതെ തിരിച്ചു പോന്നു അല്ലേ? അയാൾ ചോദിച്ചു. അവിടെ ഇരുന്ന് കുടിക്കുന്നത് കണ്ടിട്ടാ. അയാളുടെ പറയുന്നുണ്ട്, ഞാൻ മദ്യപിക്കും. അതിന് സമയപരിധി ഒന്നുമില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം മദ്യപിക്കും. അതിൻ്റെ ഒരു ശീലമായിപ്പോയി. ആർമിയിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും അതൊരു മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ആഹാര രീതി പോലെയാണ് ഈ മദ്യവും. മധുരം പോലെ, ഉപ്പ് പോലെ. അല്ല വാതിലിനകത്തിന് നിന്നു. വീടും ചുറ്റുപാടുമെല്ലാം കണ്ടു തീർത്തോ? സ്റ്റാൻലി പാതി ചേർന്ന് ചോദിച്ചു. കണ്ടു. അലിനെ പതിയെ പറയാണ്. എങ്ങനെയുണ്ട് ഈ വീടും അതിൻ്റെ ലാൻഡ്സ്കേപ്പും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇല്ല. സ്റ്റാൻലി ആശ്ചര്യത്തോടെ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇഷ്ടപ്പെട്ടില്ലേ? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിനാൽ അവൾ മിണ്ടിയില്ല. ഇവിടെ നമ്മൾ ഇത്രയും പേർ മാത്രമേ ഉള്ളൂ. ആൻ്റപ്പൻ, ഡ്രൈവർ ബൈജു, കുക്ക് പൗലോസ്, ഗാർഡനർ കം സ്കാവഞ്ചർ തങ്കപ്പൻ, ഞാൻ, പിന്നെ ഇന്നു മുതൽ അലീനയും. അലീന അവരെയൊക്കെ പരിചയപ്പെട്ടോ? ആൻ്റപ്പൻ ചേട്ടനെയും ബൈജു ചേട്ടനെയും പൗലോസ് ചേട്ടനെയും പരിചയപ്പെട്ടു. അവരെ ചേട്ട എന്ന് വിളിച്ച് ബഹുമാനിക്കണ്ട, പേര് വിളിച്ചാലും മതി. അവർ നമ്മുടെ ഇവിടുത്തെ സെർവൻസ് ആണ്. ഞാനാ ശമ്പളം കൊടുക്കുന്നത്. ഞാനും ഒരു വീട്ടിൽ സെർവൻ്റ് ആയിരുന്നു. അവിടുത്തെ കുട്ടികൾ അയൽ ചേച്ചി എന്നാ എന്നെ വിളിച്ചത്. അവർ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ബാലചന്ദ്രമേനോൻ എന്നോട് പറഞ്ഞത് അല്ല അവിടെ ഒരു വേലക്കാരി എന്നപോലെ ആയിരുന്നില്ല എന്നാണല്ലോ. അവരാരും തനിക്ക് അന്യനായിരുന്നില്ല. ഇവിടെ അതല്ല സ്ഥിതി. പ്രായം കൂടിയവരെ ഞാൻ ബഹുമാനിക്കും. അത് വേലക്കാരായിരുന്നാലും പിച്ചക്കാരായിരുന്നാലും. ബജിതാമമ്മി ഞങ്ങളെ അങ്ങനെയാ പഠിപ്പിച്ചത്. പണത്തെ ഒട്ടും ബഹുമാനിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻലി അത് കേട്ട് ചെറുതടന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ഇവിടെ നീ ഒരു സെർവൻ്റ് അല്ല, എൻ്റെ മകളാണ്. അതുകൊണ്ടാ പറഞ്ഞത്. എനിക്കറിയില്ല ആരാണ് എൻ്റെ അച്ഛനെന്ന്. കടപ്പാട്ടൊരു അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. ഇവിടുത്തെ ജോലിക്കാർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. അവർക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് അവർക്ക് പോലും മനസ്സിലായത്. അതുകൊണ്ട്
അതുകൊണ്ട് അതിനൊക്കെ സമയമെടുക്കും. പിന്നെ എനിക്ക് ഈ മേംസാവ് വിളിയൊന്നും എനിക്കിഷ്ടമില്ല. അലീന, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ഞാൻ മൂത്തവരെ ബഹുമാനിക്കുകയും ചെയ്യും. എല്ലാവരെയും ചേട്ടായെന്നും അവരുടെ പ്രായത്തിനനുസരിച്ചതായാലേ ഞാൻ വിളിക്കുകയുള്ളൂ എന്ന് പറയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പൊതുവെ സ്ത്രീകൾക്ക് മദ്യപാനികളോടും പൂവലിക്കാരോടും അനിഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് രണ്ടും എൻ്റെ സ്വകാര്യ സുഖങ്ങളാണ്. ഇത് രണ്ടിലും കൈകടത്തരുതെന്ന് പച്ചയായിട്ട് പറഞ്ഞാൽ മതി. അലീന പറഞ്ഞു കേട്ട് സ്റ്റാൻലി പൊട്ടിച്ചിരിച്ചു. മുറിക്കകത്ത് അലടിച്ച ചിരി കേട്ട് ആനപ്പൻ വാതിക്കൽ വന്ന് നോക്കി. സ്റ്റാൻലിയുടെ ചിരി പെട്ടെന്ന് നിലച്ചു. എന്താടോ? ഒന്നുമില്ല. ആനപ്പൻ പിൻവലിഞ്ഞു പോകുന്നുണ്ട്. അലീനയ്ക്ക് വേണ്ട ഡ്രസ്സെല്ലാം താൻ അലമാരക്കുള്ളിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ എടുത്തുപയോഗിക്കാം. ഞാൻ കണ്ടു. 10-25 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റിയേക്കും. അതിനകത്ത് അടിച്ച് ചീർത്തിരിക്കണം. ഓഹോ, വലിപ്പ കൂടുതലുണ്ടല്ലേ? അത് സാരമില്ല. ആൻ്റപ്പനോട് പറഞ്ഞാൽ മതി, അളവനുസരിച്ച് മാറ്റിക്കൊണ്ടുവന്ന് തരും. സ്റ്റാൻലി വാർഡ്രോബ് തുറന്നു നോക്കി. പിന്നെ അയാളുടെ നേർക്ക് തിരിഞ്ഞു. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അയാൾ വാച്ചിൽ നോക്കി. സമയമായി, വന്നോളൂ. കൽപ്പിച്ച ശേഷം അയാൾ വാതിലിൽ നേർക്ക് നടന്നു പോകുന്നതും നോക്കി അലീന നിന്നു. സ്റ്റാൻലി വാതിൽ കടന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അലീന അങ്ങനെ തന്നെ നിൽക്കാണ്. ഒരു കാര്യം 2 തവണ പറയിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ല, അയാൾ പറഞ്ഞു. എത്ര തവണ പറഞ്ഞാലും വിശപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ കഴിച്ചാൽ മതിയല്ലോ. അത് സ്റ്റാൻലി പ്രതീക്ഷിച്ചില്ല. വിശപ്പില്ലേ? ഇന്നലെ വരെ 9:30-ക്കാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 8 മണിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ വയറ് വിശക്കോ? അതിനടുത്ത ചിട്ടകളൊക്കെ പഠിക്കാൻ കുറച്ച് സമയം വേണ്ടി വരില്ലേ? ഓക്കെ, അത് വളരെ ശരിയാണ്, സ്റ്റാൻലി സമ്മതിച്ചു. എന്നാൽ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞു വരാം. അല്ലെങ്കിൽ വേണ്ട. ഞാൻ കാരണം ഇവിടുത്തെ ചിട്ട തെറ്റിക്കണ്ട. ഞാൻ എൻ്റെ ചിട്ടയിലേ മാറ്റേണ്ടത്. ആലിന മുറിവിട്ട് ഇറങ്ങിച്ചെന്നിട്ടോ. അവൾ ഡൈനിങ് ഹാളിലെത്തി. ചൂടുള്ള സ്വാതന്ത്ര്യ വിഭവങ്ങൾ ഏത് നിമിഷവും വിളമ്പാൻ തയ്യാറായി നിൽക്കുകയാണ്. പൗലോസ് ചേട്ടനും സഹായിയും കത്തിയും മുള്ളും ഉപയോഗിച്ചാണ് സ്റ്റാൻലി ഭക്ഷണം കഴിക്കുക. ഊണുമേശപ്പുറത്ത് ഒരു പ്രത്യേക ഡിസിപ്ലിൻ ഉണ്ടെന്ന് തോന്നുമായിരുന്നു. സംസാരിക്കാതിരിക്കുക, വൃത്തിയായും ചിട്ടയും ഭക്ഷണം കഴിക്കുക, പ്ലേറ്റ് നിരക്കിയും സ്പൂണുകൾ പ്ലേറ്റിലിട്ടും തട്ടിയും അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നെല്ലാം സ്റ്റാൻലിയുടെ ഊണുമേശയിലെ അലിഖിതമായ ചിട്ടകളായിരുന്നു. കത്തിയും മുള്ളും നിർത്തിയ ഡ്രേ സ്റ്റാൻഡും അലീനയുടെ മുമ്പിലേക്ക് നീക്കിവെച്ചു. ഇതെനിക്കറിയില്ല, അലീന പറഞ്ഞു. പഠിക്കാനത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അലീന കത്തിയും മുള്ളും എടുത്തു. ഫോർക്ക് ലെഫ്റ്റ് ഹാൻഡ്, നൈഫിൽ റൈറ്റ് ഹാൻഡ്, സ്റ്റാൻലി പറയാണ്. അലീന ഒരു ചിക്കൻ പീസ് കുത്തിയെടുത്ത് അതിന്മേൽ പ്രയോഗം ആരംഭിച്ചു. കത്തിയും മുള്ളും പ്ലേറ്റിൽ തട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ശബ്ദമുണ്ടാകരുത്, സ്റ്റാൻലി പറഞ്ഞു. കത്തിയും മുള്ളും സ്പോഞ്ചല്ലല്ലോ, സ്റ്റീലല്ലേ? അലീന പിറുപിറുത്തോണ്ട് പറയാണ് കേട്ടോ. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്ക്. എങ്ങനെയാണ് കത്തിയും മുള്ളും ഉപയോഗിക്കേണ്ടതെന്ന് സ്റ്റാൻലി കാണിച്ചു കൊടുത്തു. ശരിയാണ്, ശബ്ദമൊന്നുമില്ല. അലീന അത് അനുകരിച്ച് നോക്കി. ഗുസ്തിക്കിടയിൽ ചിക്കൻ പ്ലേറ്റിൽ നിന്ന് തെറിച്ച് മേശപ്പുറത്തേക്ക് വീണിട്ടോ. അതും സ്റ്റാൻലിയുടെ പ്ലേറ്റിനടുത്ത് വരെ നിറങ്ങിപ്പോയി. ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന മട്ടിൽ അലീന സ്റ്റാൻലിയെ നോക്കി. സാറില്ല, വേറെ പീസ് എടുത്ത് ട്രൈ ചെയ്യൂ, സ്റ്റാൻലി നിർദ്ദേശിച്ചു. മേശപ്പുറത്ത് കിടന്ന പീസ് നേർക്ക് അലീന കൈ നീട്ടിയപ്പോൾ അയാൾ തടഞ്ഞു. അത് എടുക്കണ്ട, ടേബിൾ മാനേഴ്സ് എല്ലാം പഠിക്കണം. അലീന 1 നിമിഷം അനങ്ങാതിരിക്കാണ്. മേശപ്പുറത്ത് കിടക്കുന്ന ഒരു ചിക്കനിലേക്ക് നോക്കി. ഉടനെ കൈ നീട്ടി പരുന്ത് റാഞ്ചുന്ന പോലെ അവൾ ആ ചിക്കൻ പീസ് എടുത്തു. അത് അപ്പോൾ തന്നെ വായിലേക്ക് വെച്ചു. കറുമുറ കടിച്ചു തിന്നാൻ തുടങ്ങി. സ്റ്റാൻലി അമ്പർന്ന് അവൾ നോക്കാണ്. ധിക്കാരല്ലേ ഈ കാണിക്കുന്നത്? പറഞ്ഞതിന് നേർ വിപരീതം. അനുസരണയില്ലാത്തവളാണോ? എൻ്റെ 7ാമത്തെ വയസ്സിൽ ഇതുപോലെ ഇറച്ചി കഷ്ണം താഴെ വീണ് പോയിട്ടുണ്ട്. ഞാൻ നിലത്ത് നിന്ന് അതെടുത്ത് മണ്ണ് ഊതിക്കളഞ്ഞ് കഴിച്ചിട്ടുണ്ട്, അലീന പറഞ്ഞു. ഒരു കല്യാണ സദ്യക്ക് മിച്ചം വന്ന തണുത്ത് കേടായി തുടങ്ങിയ ചോറും കറികളുമായിരുന്നു. സ്റ്റാൻലി ആണെങ്കിലോ അത് കേട്ട് തരിച്ചിരിക്കുകയാണ് കേട്ടോ. തൻ്റെ മകള് ഇത്രയും സമ്പത്തുണ്ടായിട്ട് പോലും ഒരു ചിക്കൻ പീസിന് വേണ്ടിയിട്ട് ആ ഒരു കേടായി തുടങ്ങിയ ആഹാരം കഴിച്ചെന്നറിഞ്ഞ് സ്റ്റാൻലിക്ക് വല്ലാണ്ട് വിഷമം വന്നു. അലീന കൈകൊണ്ട് നല്ല ചുരുക്കുകളെ ഭക്ഷണമെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ഓരോരോ അനാഥാലയത്തിൽ ഓരോരോ കുട്ടിയും ഇതുപോലത്തെ ചിക്കൻ പീസിന് വേണ്ടി സ്റ്റോപ്പ്, ഭക്ഷണം കഴിഞ്ഞിട്ട് സംസാരിക്കാം, സ്റ്റാൻലി നീരസത്തോടെ പറയാണേ. അലീന പിന്നെ മിണ്ടിയില്ല. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും 9 മണിയായി. അലീന മുറിയിലേക്ക് പോയി. രോഹിത്തിനെയും ബബിതേനെയും കൃഷ്ണനെയും ഒന്ന് വിളിക്കണമെന്ന് അവൾ ഓർക്കാണ്. അച്ഛൻ ഇതുവരെ എന്തായാലും വീട്ടിൽ പോയിട്ടില്ല, നാളെയല്ലേ പോവുള്ളൂ. അങ്ങനെ അവൾ ആകെപ്പാടെ വല്ലാണ്ടിരിക്കുകയാണ്. അവളിങ്ങനെ കടപ്പാട്ടിലേക്ക് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആൻ്റപ്പൻ വന്ന് പറഞ്ഞു, കേണൽ സാബ് വിളിക്കുന്നുണ്ട്, സിറ്റ് ഔട്ടിലുണ്ട്. അലീന എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ തനിക്കറിയില്ലെന്ന് ആൻ്റപ്പൻ പറഞ്ഞു. അലീന സിറ്റ് ഔട്ടിലേക്ക് എത്തി. മുറ്റത്തേക്കുള്ള വിളമ്പിൽ കസേരയിലിരിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. അടുത്ത് മറ്റൊരു കസേര പിടിച്ചിരിപ്പുണ്ട്. ഇവിടെ ഇരിക്കൂ, അയാൾ പറഞ്ഞു. അലീന കസേരയിലിരുന്നു. എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആവാം. സംസാരിക്കാനുള്ള സമയമാണോ ഇത്? അലീന ചോദിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ. അപ്പോഴേക്കും അവളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നുണ്ട്. അലീന നമ്പർ നോക്കി. രോഹിത്താണ് വിളിക്കുന്നത്. അവൾക്ക്
അപ്പോഴേക്കും അലീന ആ ഫോൺ പെട്ടെന്ന് ചാടിയെടുക്കാണ്. ഹലോ അലീന ചേച്ചി. ആ വിളി കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞിട്ടോ. ഞാനാ മോനെ എന്ന് പറയുമ്പം ചേച്ചി ഇവിടെ എന്തു ചെയ്യുക എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുന്നു. അച്ഛൻ നാളെയല്ലേ വരുവുള്ളൂ. ആ അച്ഛൻ പറഞ്ഞിരുന്നു അവിടെങ്ങാണ്ട് മുറിയെടുത്ത് താമസിക്കുക, നാളെ വരുവുള്ളെന്ന്. ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് പോയതല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അല്ല ചേച്ചി പോയതോടെ ഈ വീട് ഉറങ്ങിയ പോലെയായി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവധി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം. ആഴ്ച ഒരു ദിവസമോ? നന്നായി. ഇത് രാജ്യം വേറെയാ മോനെ. ഇവിടെ പട്ടാള ഭരണ. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് വർഷത്തിൽ ഒന്ന് ലീവ് കിട്ടുമെന്നുള്ള കാര്യം സംശയ. അലീന പറയുന്നതിനിടയിൽ സ്റ്റാൻലി ജോസഫിന് നേർക്ക് ഒന്ന് പാളി നോക്കി. അനങ്ങാപ്പാറ പോലെ സ്റ്റാൻലി ഇരിക്കുകയാണ്. അലീന പതിയെ എഴുന്നേറ്റു. മോനെ, നീ എറണാകുളത്ത് വിളിച്ച് മാമച്ചങ്ങളോടും ആന്റിയോടും രേവതിക്കുട്ടിയോടും എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേക്കണേ. രേവതിക്കുട്ടി, ഞാൻ നിന്നെ വിളിക്കുന്ന കൂടി പറയണം. അപ്പോൾ വിശേഷങ്ങളെല്ലാം വിശദമായി പറയാമെന്നും അവളെ അറിയിച്ചേക്കണേ. അല്ല ചേച്ചി വിളിക്കുന്നില്ലേ? വിളിക്കണം, എല്ലാവരെയും വിളിക്കണം. നാളെ ആട്ടെ എന്ന് ഓർത്തിരിക്കുക. നീ ഇപ്പം എന്നാലും വിളിച്ചതല്ലേ, ഒന്നാമത് മെസ്സേജ് ഇട്ടേരെ എന്ന് പറയുന്നുണ്ട്. ഇന്ന് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കിടക്കാൻ പോവാ എന്ന് പറയാം കേട്ടോ. മറുവശത്ത് ഊണുമേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ് രോഹിത്, ബബിത, കൃഷ്ണ, മനു എല്ലാവരും ഉണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മുടെ വൈജ കൂടി ഇരിപ്പുണ്ട്. രോഹിത് മനസ്സോടെ ബബിതയ്ക്ക് ഫോൺ കൈമാറി. അങ്ങനെ ബബിതയും രോഹിത്തും കൃഷ്ണയും എല്ലാവരും മാറി മാറി അവളോട് സംസാരിക്കുകയാണ്. അങ്ങനെ രാത്രി മനുഷ്യങ്കർ അവളെ വിളിക്കുന്നുണ്ട്. നിനക്കവിടെ ഇഷ്ടപ്പെട്ടോ? അതൊന്നും പറയാറായിട്ടില്ല. എങ്ങനെയുണ്ട് അവിടുത്തെ ആളുകളൊക്കെ? പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. താമസിക്കുന്ന സ്ഥലമൊക്കെ തരക്കേടില്ലെന്ന് പറയാം. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. പിന്നെ വിളിക്കുമ്പം എല്ലാം വിശദമായിട്ട് പറയണേ. മറുപടിനെന്താ അവിടെ ഇന്ന് നിൽക്കാന്ന് പറഞ്ഞത്? നിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വന്നതല്ലേ. അത് മാത്രമല്ല, ഇവിടെ എല്ലാവരും സമാധാനിപ്പിക്കാൻ ഞാൻ വേണം തോന്നി, അതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നീ ഇവിടെ നിന്ന് ഇറങ്ങിയ പാടേ വൈജയാൻറ്റി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ആകെപ്പാടെ യുദ്ധവും ബഹളാക്കിയ. പിള്ളേരോടൊക്കെ ഭയങ്കര യുദ്ധമാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലേന്ദ്രനാണ് അലിനെ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മോളെ, അവിടെയൊക്കെ പിടിച്ചോ? ഇണങ്ങാനത്തിരി സമയം പിടിക്കുക അച്ഛാ. എന്നെ ഇവിടെ എത്തിച്ചത് അച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ചോദിച്ചിട്ട് അവൾ സ്റ്റാൻലി ജോസഫിനെ നോക്കി. അയാളൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കടയിൽ വെച്ചു. മോൾക്ക് എന്താ ഒരു സംശയം? ബാലിന്റെ ചോദ്യം വന്നു. എന്തോ എനിക്കൊരു വല്ലായ്മ പോലെ. എനിക്ക് അച്ഛൻ്റെ അടുത്തൊന്ന് പോരണ്ടായിരുന്നെന്ന് തോന്നാം. ഇവിടുത്തെ രാജകുമാരി ആകുന്നതിനേക്കാളും എനിക്കിഷ്ടം അവിടുത്തെ വേലക്കാരിയാകുന്നതായിരുന്നു. എന്നിട്ട് വീണ്ടും അലീന സ്റ്റാൻലി ജോസഫിനെ നോക്കുന്നുണ്ട്. അയാൾ ലൈറ്റർ തെളിച്ച് സിഗരറ്റ് കത്തിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള മുഖഭാവം. സാരയില്ല മോളെ, എല്ലാം ശരിയായിക്കോളും. ഞാനിങ്ങി പോകുന്നെന്ന് വെച്ച് അച്ഛൻ മരുന്ന് മുടക്കരുതേ. എല്ലാം ഞാൻ കൃഷ്ണയോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആഹാര നിയന്ത്രണം, മരുന്ന് കൃത്യസമയത്തിന് കഴിക്കണേ. എല്ലാം ഞാൻ കൃഷ്ണനെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം. പിന്നെ അച്ഛന് ദേഷ്യം പിടിക്കാൻ പാടില്ലെന്നറിയാലോ. അമ്മ അവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങോട്ട് ചെന്ന കയറുന്ന പാടെ രണ്ടുപേരും കൂടി അടി തുടങ്ങരുത്. അതുപോലെ മദ്യപാനം, അതുകൊണ്ട് സുഖത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണെന്ന് അച്ഛൻ ഓർക്കണേ. വീണ്ടും അവൾ സ്റ്റാൻലി ജോസഫിനെ നോക്കി. ഇപ്പോൾ ചുണ്ടിലേറെ ചെറിയ പുഞ്ചിരിയുണ്ടോ? അല്ലെങ്കിൽ സംശയമായി. പല വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടും അനേകം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചും ഒക്കെ നീണ്ടുപോയ ആ സംഭാഷണം മുഴുക്കൽ അവസാനിച്ചു. അവളെ ഫോണ് കട്ടാക്കുകയാണ്. അലീന, ബാലിനെ വലിയ ഇഷ്ടമായിരുന്നല്ലേ? സ്റ്റാൻലി ചോദിച്ചു. അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അച്ഛനെ. എൻ്റെ സ്വന്തം അച്ഛനായിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. അയാളെ തന്നെന്ന് വാശിയോട് പറഞ്ഞു. സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛനായാൽ അങ്ങനെ വേണം. അതുപോലെ അച്ഛനെ കിട്ടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്നോടും പറഞ്ഞു നിന്നെ സ്വന്തം മകളെ പോലെയാ നോക്കിയിരുന്നതെന്ന്. അയാളോട് നിനക്ക് ഇത്രയും കടപ്പാട് സ്നേഹം വേണം, ഒട്ടും കൂടുതലല്ല. സ്റ്റാൻലി എഴുന്നേറ്റു. അയാൾ വാച്ചിൽ നോക്കി. പോയി കിടന്നോളൂ, ഉറങ്ങണ്ടേ? എന്തത്യാവശ്യം ഉണ്ടെങ്കിലും ആൻ്റപ്പനെ. എനിക്കൊരു ആവശ്യം വരില്ല, അല്ലിനിടയ്ക്ക് കയറി പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ്. സ്റ്റാൻലി ജോസഫ് നീണ്ട വരാന്തയിലൂടെ നടന്നു നീങ്ങി. അലീന ഏതാനും നിമിഷം നോക്കി നിന്നിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. ലൈറ്റ് അണച്ചു കിടന്നപ്പോൾ ചെറിയൊരു പേടി. വാതിൽ ശരിക്കും അടച്ചോ? അകത്ത് കള്ളന്മാർ കയറി ഒളിച്ചിരിപ്പുണ്ടോ? അലീന കട്ടിലിന് കീഴിലും അലമാരിക്കോണിലും ബാത്റൂമിലും എല്ലാം നോക്കുന്നുണ്ട്. വാതിൽ ശരിക്കും അടച്ചൊരു ചെറിയ ലൈറ്റ് കിടത്തിയിട്ടില്ല. അവൾ കിടക്കയിൽ കിടന്നു. ശരീരത്തിന്റെ പാതിയും താണു പോകുന്ന പോലെ പതുവത്തെ കിടക്കാം. പക്ഷെ ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞ് കിടന്നു നോക്കി. കട്ടിലിന്റെ കുറുകെ കിടന്നു. തലേണ തള്ളിക്കളഞ്ഞു. തവള ഇരിക്കുന്നത് പോലെ ആകറിൽ കമഴ്ന്നു കിടന്നു നോക്കി. രക്ഷയില്ല. കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അട്ടയെ പിടിച്ച് മുത്തേ കിടത്തിയാൽ ഇങ്ങനെ ഇരിക്കും. അവൾ തന്നോട് തന്നെ മന്ത്രിച്ചു. കുറച്ചു കഴിഞ്ഞ് സോഫയിൽ പോയി കിടന്നു. എന്നിട്ടും ഉറക്കയില്ല. അവൾക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. പിന്നീട് അപ്പോഴാണ് അലീനയുടെ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടോ. ചാടിയെടുത്ത് നോക്കുമ്പോൾ രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി ഫോൺ എടുത്ത പാടെ
അപ്പോഴാണ് രേവതിക്കുട്ടിയുടെ കോള് അലിനിക്ക് വരുന്നത്. ചേച്ചി, എന്നോടെന്താ പറയാണ്ട് പോയത്? അത് മാത്രമല്ല, എല്ലാരെയും വിളിച്ചില്ലേ, എന്നെ മാത്രം വിളിക്കാനേ? നല്ല ക്ഷീണമായിരുന്നു മോളെ, പിന്നെ രാത്രി ആയില്ലേ, മോളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി. പിന്നെ വലിയ ബുദ്ധിമുട്ടാ. പറ വേഗം പറ. എവിടെയാ, എന്താ, എങ്ങനെയാ, ആരാ? ഞാനിവിടെ റബ്ബർ തോട്ടങ്ങൾക്കിടയിലെ ഒരു പഴയ ബംഗ്ലാവില് AC യും ഫാനും TV യും സോഫയും മേശയും അലമാരയും കസേര സെറ്റ് എല്ലാം ഉള്ള ഒരു വലിയ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ ഒരു അത്ഭുത മാളികയിൽ അകപ്പെട്ടതുപോലെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് കിടക്കാം. എന്റെ അല്ല ചേച്ചി, ഞാനൊരു അടി വെച്ച് തരുവേ. എന്തോന്നാ ഇത്, കടങ്കഥയോ? മനുഷ്യനെ ഇങ്ങനെ മുള്ളേമേൽ നിർത്താതെ തുറന്നു പറ. എന്റെ മോളെ, ഞാനിപ്പോ ഒരുതരം വീട് തിളങ്ങില്ല, ഒരു റിട്ടേർഡ് ഇവിടുത്തെ ഭരണാധികാരി. ഇനി അദ്ദേഹത്തിന് കൂടെ താമസിച്ചാൽ മതിയെന്നും പറഞ്ഞ് അച്ഛനെ ഇവിടെ എത്തിച്ചിട്ട് തന്നത്. അതിനെന്താ അങ്കിൾ ചേച്ചി അവിടെ കൊണ്ടുവിട്ടത്? നീ ഒരു റിട്ടയർഡ് മേജറുടെ വീട്ടിലല്ലേ താമസം? അതിനേക്കാളും കൂടുതൽ റാങ്കിലുള്ള ഒരാളുടെ വീട്ടിൽ എന്നെ നിർത്തിയേക്കാന്ന് അച്ഛൻ വിചാരിച്ചു കാണും. എനിക്കല്ല നിന്നെക്കാൾ സീനിയോറിറ്റി, അതനുസരിച്ച് അച്ഛനക്ക് പ്രൊമോഷൻ തന്നതാ. ഓ അല്ല ചേച്ചി, എന്നെ ദേഷ്യം പിടിപ്പിക്കും. ഈ കേരളെന്ന് പറഞ്ഞ ആരാ? എന്ത് ചെയ്യുക? ചേച്ചിക്ക് അവിടെ എന്താ ജോലി? ഒരു ജോലിയില്ല മോളെ. കേരള ആരാണെന്ന് ഇന്നലെ പറഞ്ഞ വഴിക്ക് ഈ വീട് തടുക്കാറായപ്പോളാ അച്ഛൻ പറഞ്ഞു തന്നത്. ആരാ ആരാ? രേവതിക്കുട്ടിക്ക് കേൾക്കാൻ തിടുക്കായി. എന്റെ സ്വന്തം അച്ഛൻ. ചേച്ചി എന്താ ഏപ്രിൽ ഫുൾ ആക്കാണോ? കണ്ടോ, ഇതാ ഞാൻ പറയുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു നിന്റെ സ്വന്തം അച്ഛനടുത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന്. എനിക്ക് വിശ്വാസം വന്നില്ല. ഇവിടെ വന്നപ്പോ റിട്ടയർഡ് കേണലും പറഞ്ഞു നീ എന്റെ മകളാണെന്ന്. എനിക്കിപ്പോഴും അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ടില്ല. എനിക്ക് കരയാനും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ ഒരു സംശയമുള്ളൂ, ഞാൻ ഹൽദ തന്നെയാണോന്ന്, അതോ ഇതൊരു സ്വപ്നമാണോന്ന്. എന്റെ ഈശ്വര, അത്രേ രേവതിക്കുട്ടി ശബ്ദിച്ചുള്ളൂ. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മോളെ, നീ പോയോ? ആ പോയി. ബോംബ് സ്ഫോടനത്തിൽ തെറിച്ചു പൊങ്ങിയിട്ട് നിലത്തോട്ടൊന്ന് കാലുത്തുന്നതേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു സംശയം, അല്ല ചേച്ചി തന്നെയാണോ എന്നെ വിളിച്ചത്, അതോ റോങ് നമ്പർ ആണോ? ഇപ്പം എന്റെ അവസ്ഥ നിനക്ക് മനസ്സിലായല്ലോ? ഇല്ലില്ല, ഒന്നും മനസ്സിലായില്ല. ആദ്യം മുതൽ ഒന്നുകൂടി വിസ്തരിച്ച് പറ. ശരി. കടപ്പാട്ടിന്റെ വീട്ടിൽ നിന്ന് കൊളുത്തപ്പുഴയ്ക്ക് പുറപ്പെടുന്ന തലേദിവസം മുതലുള്ള കാര്യങ്ങൾ ഓരോന്നായി അല്ല പറഞ്ഞത് മൂളി കേട്ടുകൊണ്ട് രേവതിക്കുട്ടി ഹാളിലൂടെ നടക്കാണ്. അങ്ങനെ ഫോൺ സംഭാഷണം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നുണ്ട്. ഒടുവിൽ അല്ലയുടെ ആവശ്യപ്രകാരം രേവതിക്കുട്ടി ഫോൺ മാമച്ചന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അല്ല ചേച്ചി, അങ്കിളിനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. മാമച്ചൻ ഫോൺ വാങ്ങി. ഹലോ അങ്കിളെ, പറയാതെ പോകുന്നതിന് സോറി. അങ്ങനത്തെ സാഹചര്യമായിരുന്നു കൊണ്ടാ. സോറി, പിണക്കൊന്നും വിചാരിക്കല്ലേ. മാമച്ചൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇല്ല, നീ പറഞ്ഞോ. ഞാനൊരു കാര്യം പറഞ്ഞ അങ്കിൾ ഞെട്ടരുത്. ഞാനൊരു പട്ടാളക്കാരനല്ലേ, അത്ര പെട്ടെന്ന് ഞെട്ടത്തില്ല. അങ്കിളെ, ഞാനിപ്പോ എന്റെ അച്ഛന്റെ വീട്ടിലാണ്. അച്ഛനെന്ന് വെച്ചാൽ എന്റെ സ്വന്തം അച്ഛൻ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. ഞെട്ടിയില്ലെങ്കിലും മാമച്ചനൊന്ന് അത്ഭുതപ്പെട്ട് നിൽക്കാണ്. രേവതിക്കുട്ടി ഇതിനകം ഗ്രേസമ്മയുടെ അടുത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. അത്യധികമായ ആവശ്യത്തോടെ അവൾ അലിനയിൽ നിന്ന് അറിഞ്ഞതെല്ലാം ഗ്രേസമ്മയോട് വിവരിക്കുന്നുണ്ട്. ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി സിറ്റൂറിലേക്ക് വരുമ്പോഴേക്കും മാമച്ചനും അലിനയും തമ്മിലുള്ള ഫോൺ സംഭാഷണം തീർന്നിരുന്നില്ല. ഗ്രേസമ്മയ്ക്ക് അയാളുടെ നാവിൽ നിന്ന് കേൾക്കണം. ഒടുവിൽ മാമച്ചന് ഗ്രേസമ്മയ്ക്ക് ഫോൺ കൈമാറി. ഗ്രേസമ്മയും അലീനയും തമ്മിലുള്ള സംഭാഷണം ബാറ്ററി ചാർജ് തീർന്നോടെ മുറിഞ്ഞു പോയിട്ടോ. ഗ്രേസമ്മയ്ക്ക് അത്ഭുതവും സന്തോഷവും അടക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ എത്തേണ്ടിടത്തിന് എത്തിയല്ലോ. അവർ നിറച്ചിരിയോടെ പറഞ്ഞു, ആ ബാലചന്ദ്രനെ സമ്മതിക്കണം. അവളുടെ സ്വന്തം അച്ഛനെ തെരഞ്ഞു പിടിച്ച് അവിടെ തന്നെ എത്തിച്ചു കൊടുത്തില്ലേ? മാമച്ചൻ ഇടംകൈ വെള്ളയിൽ വലം കൈ ചുരുട്ടി മൃദുവായി ഇടിച്ചുകൊണ്ട് ചിന്താതിനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്താ ആലോചിക്കുന്നേ? ഗ്രേസമ്മ ചോദിക്കാണ്. സ്റ്റാൻലി ജോസഫ് എന്ന പേര് നമ്മൾ എവിടെയോ കേട്ടുണ്ടല്ലോ. ആർമിയിൽ വെച്ചാണോ അതോ? ശരിയാ, ഗ്രേസമ്മയും പറയുന്നുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മ വന്നിട്ട് പെട്ടെന്നങ്ങ് മാഞ്ഞു പോയതുപോലെ. ക്ലബിൽ വെച്ചാണോ മാമച്ചായ? എന്റെ ഗ്രേസമ്മയെ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, വഴി തെറ്റിക്കല്ലേ. ഗ്രേസമ്മയും കണ്ടുപിടിച്ച് ആലോചന തുടങ്ങി. എവിടെയോ നല്ല കേട്ട് പരിചയമുള്ള പേര്. കണ്ടുണ്ടോ അങ്കിളെ? കണ്ടതായിട്ട് ഓർമ്മന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു പേര്, അതും റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് തന്നെ പലതവണ കേട്ടതായിട്ട് തോന്നുന്നുണ്ട്. രേവതിക്കുട്ടി നഖം കടിച്ചുകൊണ്ട് ആകാംക്ഷയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. ഇതിന്റെ അടുത്ത എപ്പിസോഡിന്റെ സ്റ്റോറി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമേ. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.